പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ചമ്മ വേദയോട് ചോദിക്കുന്നുണ്ട്, മോളെ വിക്രം എഴുന്നേറ്റോ? അപ്പോൾ വേദ പറയുന്നുണ്ട്, എഴുന്നേറ്റിട്ടുണ്ടാവും അച്ചമ്മേ, ഞാൻ നോക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, അവൻ എഴുന്നേറ്റെങ്കിലേ ഇങ്ങോട്ടേക്ക് ഒന്ന് വരാൻ പറ എന്ന് പറയുകയാണ്. അങ്ങനെ വേദ വിക്രമിനെ വിളിക്കാനാണ് ഈ റൂമിലേക്ക് പോവുകയാണ്. റൂമിൻ്റെ അവിടെ നിന്നിട്ട് വിക്രം വിക്രം എന്നിങ്ങനെ ഉറക്കെ വിളിക്കുക കേട്ടോ. വിക്രം ഇത് കേൾക്കുന്നുണ്ട്, പക്ഷേ മിണ്ടാണ്ടിരിക്കുകയാണ്. പിന്നീട് അച്ചമ്മ എല്ലാവരോടും ഹാളിലേക്ക് വരാൻ പറയാണ്. സുധാകരൻ മാഷിനോടും നമ്മുടെ വിനയനോടും വിക്രമിനെയും വിശ്വത്തിനോടും എല്ലാവരോടും അങ്ങോട്ടേക്ക് വരാൻ പറയുന്നുണ്ട്. അതിനിടയിൽ വേദ ഇങ്ങനെ വിക്രം വിക്രം എന്ന് വിളിക്കുന്നത് അച്ചമ്മ കേൾക്കുന്നുണ്ട്. അപ്പോൾ അച്ചമ്മ വിചാരിക്കുന്നുണ്ട്, ഈ കുട്ടി വിക്രമിനെ പേരെടുത്താണോ വിളിക്കുന്നത്, എന്നാൽ ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ എന്നും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ നന്ദിനി അച്ചമ്മയുടെ പുറകെ ചെല്ലാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, നീ എങ്ങോട്ടേക്കായി വരുന്നത്, നീ എവിടെ നിൽക്കുക, ഞാൻ നോക്കിയിട്ട് വരാം എന്ന് പറയുകയാണ്. അങ്ങനെ വേദയുടെ അടുത്ത് ചെന്ന്, കുട്ടി നീ വിക്രമിനെ പേരാണോ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, അതെ അച്ചമ്മയെ, ഞാൻ പേരാ വിളിക്കാറ്, അങ്ങനെ തന്നെയല്ലേ വിളിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും കുഴപ്പമില്ല, പണ്ടുണ്ടല്ലോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. എൻ്റെ ഭർത്താവിൻ്റെ പേര് ഗിരിജാ വല്ലഭൻ എന്നായിരുന്നു. ഞാൻ സ്നേഹത്തോടെ വിളിച്ചിരുന്നത് എന്താണെന്നറിയോ, ഗീ എന്നാണ്. അത് കേട്ട് പലരും അവരുടെ ഭർത്താക്കന്മാരൊക്കെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ വിളിച്ചിരുന്നത്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ വിക്രം എന്നുള്ളതിന് എനിക്ക് വി എന്ന് വിളിക്കാൻ പറ്റുമോ അച്ചമ്മേ? അത് ബുദ്ധിമുട്ടല്ലേ, ഒരു സുഖമില്ലാത്ത വിളിയാ എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ അച്ചമ്മ പറയുന്നുണ്ട്, അതിന് നീ ഒരു കാര്യം ചെയ്യേ, വിക്രു എന്നങ്ങ് സ്നേഹത്തോടെ നീട്ടി വിളിക്കുക എന്ന് പറയാട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രു, അത് കൊള്ളാം, അത് നല്ല പേരാ എന്ന് പറഞ്ഞ് റൂമിലേക്ക് നോക്കിക്കൊണ്ട് വേദ വിക്രു എന്നിങ്ങനെ സ്നേഹത്തോടെ വിളിക്കുക കേട്ടോ. അത് കേൾക്കുന്ന നമ്മുടെ വിക്രമിന് ദേഷ്യം വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവളെ ഞാൻ കാണിച്ചു കൊടുക്കും, എന്താടി എന്ന് ചോദിച്ചുകൊണ്ട് റൂമിന് പുറത്തേക്ക് വരിക കേട്ടോ. അപ്പോൾ അച്ചമ്മയാണ് വിക്രം കാണുന്നത്. പെട്ടെന്നങ്ങ് സ്റ്റക്കായി നിൽക്കുകയാണ്. അത് കാണും നമ്മുടെ അച്ചമ്മ പറയും, അവളെ നിന്നെ വിളിച്ചത് ഞാൻ പറഞ്ഞിട്ടാ. നീ ഇങ്ങോട്ട് വാ വിക്രം, നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്, അങ്ങോട്ടേക്ക് വാ എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരും ഹാളിലേക്ക് വരുന്നുണ്ട്. പിന്നീട് അച്ചമ്മ പറയുന്നുണ്ട്, അതെ, എനിക്ക് എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയാനുണ്ട്, 2 ദിവസത്തേക്ക് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, എല്ലാവരും പെട്ടെന്ന് റെഡി ആയിക്കോ എന്ന് പറയുകയാണ്. എന്താ അച്ചമ്മ വിശേഷം എന്ന് വേദ ചോദിക്കുമ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, അതെ, നമ്മളെല്ലാവരും കൂടി തറവാട്ട് വീട്ടിലേക്ക് പോവുകയാണ്, അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന മാഷ് പറയുന്നുണ്ട്, എന്താ അമ്മ ഈ പറയുന്നത്, തറവാട്ട് വീട്ടിലേക്ക് പോകാനോ, എന്താ അപ്പം ഇതിൻ്റെ ആവശ്യമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, അതെ, നിൻ്റെ മൂത്ത 2 മക്കളുടെയും വിവാഹം കഴിഞ്ഞ് നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോയി മാലയെല്ലാം മാറ്റി അണിയൊക്കെ ചെയ്തതല്ലേ, അങ്ങനെയൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് ഇവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നടത്തിയിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് അതങ്ങ് നടത്തിയിട്ട് വരാം എന്ന് പറയാട്ടോ. പിന്നീട് വേദയും നോക്കിയിട്ട് പറയുന്നുണ്ട്, വിക്രമിനെയും നോക്കിയിട്ട് പറയാണ്, നിങ്ങൾ മാല മാറ്റൽ ചടങ്ങ് അവിടെ വെച്ചിട്ട് നമുക്ക് നടത്താം, എന്നിട്ട് ഒരു ദിവസം നമുക്ക് തറവാട്ട് വീട്ടിൽ താമസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് പോരുകയും ചെയ്യാം എന്ന് പറയാണ്. അപ്പോൾ മാഷ് വീണ്ടും പറയുന്നുണ്ട് കേട്ടോ, അതൊന്നും പറ്റത്തില്ല അമ്മേ, ഇവിടെ ഒരുപാട് പണികളുണ്ടെന്നൊക്കെ പറയാണ്. അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട്, അത് എന്ത് പണികളായാലും നീ അതെല്ലാം മാറ്റി വെച്ച് വന്നേ പറ്റത്തുള്ളൂ, പോകാനുള്ള ചിലവെല്ലാം ഞാൻ എടുത്തോളാം, പോകാനുള്ള ചിലവും അവിടെ എല്ലാവരുടെയും ഭക്ഷണത്തിനുള്ള ചിലവും എല്ലാത്തിൻ്റെ ചിലവ് ഞാൻ എടുത്തോളാം, അതുകൊണ്ടൊന്നും നീ വിഷമിക്കേണ്ട. അപ്പോൾ വീണ്ടും മാഷ് ഇങ്ങനെ ഓരോന്നൊക്കെ പറയാട്ടോ, വരാൻ പറ്റത്തില്ല, എനിക്ക് ഇവിടെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെയും അച്ചമ്മ ഷാഡ്യം പിടിച്ച് പറയുന്നുണ്ട്, അതെ, എൻ്റെ സ്വഭാവം സുധാകരൻ നിനക്കറിയാലോ, ഞാൻ പറഞ്ഞതാണ്, എല്ലാവരും പോയി പറ്റത്തുള്ളൂ, എല്ലാവരും പോയി റെഡിയാവ്, വിനയ നീ പോയി വണ്ടിയൊക്കെ ഏർപ്പാടാക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ വേദ ഒരു പാലും ഗ്ലാസ് എടുത്ത് നമ്മുടെ വിക്രമിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് വിക്രമിന് പാല് അച്ചമ്മ തന്നത് അയച്ചതാ, നിങ്ങളിത് കുടിക്കുമെന്ന് പറയാട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഈ തള്ളക്ക് ഇത് എന്തിൻ്റെ കേടാ, എനിക്ക് പാല് ഇഷ്ടമല്ല എന്ന് അറിയുന്നതാ, എന്നിട്ടും ഇത് കുടിക്കാൻ വേണ്ടി നിൻ്റെ അടുത്ത് കൊടുത്ത് വിട്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, നിങ്ങൾ അച്ചമ്മയാണോ തള്ള എന്നൊക്കെ വിളിക്കുന്നത്, ഇങ്ങനെയൊക്കെ വിളിക്കാവോ, ഒരു ബഹുമാനമൊക്കെ കൊടുക്കണ്ടേ എന്ന് പറയാട്ടോ. അപ്പോൾ വിക്രമിന് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, അവരങ്ങനെ
അങ്ങനെ തന്നെ വിളിക്കേണ്ടത്. അവർ വന്നതിന് ശേഷം എനിക്കാകെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുക കേട്ടോ. അപ്പോൾ പാല് എന്നാൽ ശരി ഞാനത് അച്ചമ്മയ്ക്ക് തന്നെ കൊണ്ടു കൊടുത്തോളാം എന്നും പറഞ്ഞ് പാലും ഗ്ലാസ് എടുത്ത് വേദ തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങുക കേട്ടോ. അപ്പോൾ വിക്രം വേഗം അവളെ തടഞ്ഞു നിർത്തുന്നുണ്ട്. വേണ്ട വേദ, ഇങ്ങ് തന്നേക്ക്. ഇനി ഇതും കൊണ്ട് അങ്ങ് പോയാലേ അവരതിൻ്റെ തല വഴി ഒഴിക്കും. നീ അതിങ്ങ് തന്നേക്ക്, ഞാൻ കുടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങ് അത് വാങ്ങി കുടിക്കുന്നുണ്ട്. അതിനുശേഷം വേദ അങ്ങ് പുറത്തേക്ക് പോകുമ്പോൾ റൂമിന് ഡോറിൽ വെച്ചിട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ആ ശരി വിക്രു, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാണ്. പിന്നീട് രാത്രി ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ അച്ചമ്മ വെള്ളം എടുക്കാനായിട്ട് കിച്ചണിലേക്ക് വരാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോഴാണ് നമ്മുടെ വേദ അവിടെ ഹാളിൽ കിടക്കുന്നത് കാണുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ അച്ചമ്മ അവളെ വിളിക്കുന്നുണ്ട്. അങ്ങനെ വേദ വിളി കേട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുക കേട്ടോ. അപ്പോൾ അച്ചമ്മയോട് എന്താണെന്ന് ചോദിക്കുമ്പോൾ, നീ എന്താ ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് മോളെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. ഓ, എനിക്ക് മനസ്സിലായി. നീ എന്തായാലും എണീറ്റ് ആ പായും കിടക്കയും എല്ലാം എടുത്ത് മടക്കിയിട്ട് എൻ്റെ പിറകെ വാ എന്നും പറഞ്ഞുകൊണ്ട് വിക്രമിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. വിക്രം എന്നുള്ള വിളി കേട്ടിട്ട് വിക്രം പെട്ടെന്ന് വാതിൽ തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പം നോക്കുമ്പോൾ നമ്മുടെ വേദയും അച്ചമ്മയും കൂടെ പായും തലയണ എല്ലാം എടുത്തുകൊണ്ട് ഉമ്മർത്ത് നിൽക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ അവർ അകത്തേക്ക് കയറിക്കൊണ്ട് പറയുന്നുണ്ട്. അച്ചമ്മ ചോദിക്കുകയാണ്, അതെ വിക്രം, എന്തൊക്കെയോ ഇവിടെ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ മിണ്ടാണ്ടിരിക്കുകയാണ്. എന്താ വിക്രം പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദയും വിക്രമും ഒന്ന് പേടിക്കും കേട്ടോ. എന്താ അച്ചമ്മ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഈ ചോദിക്കുന്നതെന്ന് വിചാരിച്ച്. അപ്പോൾ വിക്രം പറയും, ഒന്നുമില്ല അച്ചമ്മ, ഒരു പ്രശ്നമില്ല. അപ്പോൾ അച്ചമ്മ ചോദിക്കും, എന്നിട്ട് ഒരു പ്രശ്നമില്ലാഞ്ഞിട്ടാണോ ഇവളവിടെ ഹാളിൽ വന്ന് കിടക്കുന്നത്? നിങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണെന്നല്ലേ പറയുന്നത്, എന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ? നിങ്ങളുടെ പെരുമാറ്റത്തിൽ അതൊന്നും കാണുന്നില്ലല്ലോ. ഒരു സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്ക് ഇങ്ങനെ പിണങ്ങുമ്പോഴേക്കും പുറത്ത് പോയി കിടക്കുമോ? ഒരു റൂമിലല്ലേ നിങ്ങൾ കിടക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതെ ഇവൾക്ക് ഈ അടച്ചിട്ട റൂമിലൊന്നും അങ്ങനെ കിടക്കുന്നത് ഇഷ്ടമല്ല. ഒരുപാട് വലിയ റൂമിലൊക്കെ കിടന്ന് അവൾ ശീലിച്ചതല്ലേ. ഇത് ചെറിയ റൂമല്ലേ അച്ചമ്മേ, അതുകൊണ്ട് അവൾ അവിടെ പോയി കിടക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ അച്ചമ്മ വേദിയെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, ആണോ മോളെ, നിനക്ക് ഇത്രയും ചെറിയ റൂമിൽ കിടക്കാൻ പറ്റത്തില്ലേ? നിനക്ക് അങ്ങനെ വല്ല വിഷമമുണ്ടോ ഈ റൂമിൽ കിടക്കുന്നതുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അച്ചമ്മേ, എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ വിക്രമനോട് അച്ചമ്മ പറയുന്നുണ്ട്, കേട്ടല്ലോ, അവൾക്ക് ഒരു പ്രശ്നവുമില്ല. ഇനി ഇങ്ങനെയൊന്നും നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങുമ്പോഴേക്കൊന്നും പുറത്ത് പോയിട്ട് കിടക്കുകയൊന്നും ചെയ്യരുത്. കേട്ടല്ലോ മോളെ എന്ന് വേദിയോടും പറയുന്നുണ്ട്. എന്നിട്ട് ഡോറടച്ച് കിടന്നോളാൻ പറയുകയാണ്. അപ്പോൾ അച്ചമ്മ പുറത്തേക്ക് പോകുമ്പോൾ വേദ വിക്രമിനോടായി ചോദിക്കുന്നുണ്ട്, ഞാൻ ഡോറടച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ശരി അടച്ചോ, അല്ലെങ്കിൽ ആ തള്ള ഇതിലപ്പുറം പ്രശ്നം ഉണ്ടാക്കും എന്നിങ്ങനെ പറയുകയാണ്.